കുറുക്കനും കുറത്തിയും എന്ന പൊറാട്ടുകളിയിലെ ഏറ്റവും മനോഹരമായ വേഷമാണ് കുറത്തിക്കുള്ളത്. കുറത്തി അതിസുന്ദരിയായിട്ടാണ് ഈ ലക്ഷ്മി എന്ന കുറത്തി ഈ പൊറാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. തൻ്റെ കുറവനെവിടെ എന്ന് അന്വേഷിച്ച് വരുന്ന കുറത്തിയോട് ചോദ്യക്കാരൻ, ഈ കുറത്തിയിൽ മോഹിക്കുന്ന ചോദ്യക്കാരൻ, കുറവൻ മരിച്ചുപോയി എന്ന നുണയാണ് ആദ്യം പറയുന്നത്. നിന്റെ ഭർത്താവ് മരിച്ചു എന്ന് ചോദ്യക്കാരൻ പറയുകയാണ്. അത് ഡയലോഗാണ്, യഥാർത്ഥത്തിൽ അതില്ല. അങ്ങനെയല്ല, മരിച്ചു എന്ന് മൂന്നാമൻ ഇടപെട്ട് പറയുമ്പോൾ ഈ സ്ത്രീ കഥാപാത്രത്തിന് പിന്നെ സങ്കടം കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പം അതിൽ പാട്ടുണ്ട്, ചൊല്ല് പാട്ട്. ആലപ്പുഴയ്ക്കേ മാലയും വെച്ചന്നെ അറിവ രിഷത്തോ ആയല്ലോ മക്കളുണ്ട്, അവരിനെ എങ്ങനെ പുലർത്തുക? ഇതെല്ലാം പാട്ടാണ്, ഇതെല്ലാം പാട്ടാണ്. അയ്യോ കുറവൻ എന്നെ അഹിതിയാക്കി വിട്ട് പോയോ, പെണ്ണു ഞാനെന്തോ ചെയ്യട്ടെ എൻ്റെ ഈശ്വര ദൈവമേ. ഒരുപാട് നീണ്ടു പോകും. അതിൽ ചിരിപ്പിക്കാനുള്ള വഴികൾ ഈ ചോദ്യക്കാരുണ്ടാക്കും. നീ കരയണ്ടേ, നീ കരയുമ്പോൾ എനിക്കും കണ്ണിൽ വെള്ളം വരുന്നു, എനിക്ക് അത് വരുന്നു, ഇത് വരുന്നു പറഞ്ഞിട്ട് ജനങ്ങളെ ശ്രദ്ധിപ്പിക്കാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും. ഇവിടെ അടുത്താണെന്നേ, തെക്ക് തെക്ക് തിരുവനന്തപുരം, ആലുവ, അമ്പലപ്പുഴ, പാട്ടോല ഇരുട്ടിക്കടവില്ലേ, ഞങ്ങളുടെ സ്വന്തமான രാജ്യാണ്. സേവാ നാടോടിത്തത്തിൻ്റെ വലിയൊരു പാരമ്പര്യം ദക്ഷിണേന്ത്യയിൽ മുഴുവൻ കാണാൻ കഴിയും. ഇതിനകത്ത് ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് കുറവന്മാർ. അവർ ഓരോ നാടുകളിലും, പ്രത്യേകിച്ച് ഉത്സവപ്പറമ്പുകളിൽ ബലൂണുകളും കളിക്കോപ്പുകളും അതോടൊപ്പം തന്നെ ചില്ലറ കൈനോട്ടവും തുണിത്തരങ്ങളുമായൊക്കെ നടന്ന് സഞ്ചരിച്ച് നാടോടികളായ ഒരു വിഭാഗമാണ്. ലക്ഷണ രേഖ നോക്കി പറഞ്ഞിട ലക്ഷ്മി, ഇവിടെ പേര് ലക്ഷ്മിയാണ്, ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് വരുന്ന ആളാണ് എന്ന് പാടി അവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അറിയിക്കാം. ഇതാണ് ഈ പാട്ടിൽ. കാട്ടിനച്ച കൈകൾ നിങ്ങൾ കണ്ടതു പറയാം, നീട്ടിനച്ച കൈകൾ നിങ്ങൾ നീളത്തോടെ മുമ്പിൽ. നിങ്ങളുടെ കൈ നല്ല കൈയാണ്, നല്ല രേഖകൾ കാണുന്നുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ലക്ഷണം പറയുകയാണ്, രേഖ നോക്കി പറയുകയാണ്. അതിൽ എൻ്റെ ദേഹം നോക്ക് എന്നൊക്കെയാണ് ചോദ്യക്കാരൻ പറയുക. ദേഹം നോക്കുകയല്ല, രേഖ നോക്കുക. അങ്ങനെ നല്ല കൈയാണ്. എന്താണ് അന്നരേഖ, ആയുഷ്രേഖ, ധനരേഖ, ഭാഗ്യരേഖ, മംഗല്യരേഖ, എല്ലാ രേഖയുണ്ട്. ഓ, ദാരിദ്ര്യരേഖയില്ല അല്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെറുപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഭർത്താവ് വരുന്നത്, അയാൾ കുറവനാണ്. അയാൾ വരുന്നത് അതുപോലെ നൃത്തം വെച്ച് അയാളുടെ രാജ്യത്തിൻ്റെ പേരോടെ കൂടി പറഞ്ഞ് പിന്നെ കുറത്തിനെ കാണാതെ തേടി വരികയാണ്. തലയിലൊരു വട്ടി, ഒക്കത്തൊരു കുട്ടി, ആ തത്തമ്മയും കൂടെ ആയിട്ട് രേഖാബലം നോക്കലാം, ഗുണദോഷം പാക്കലാം, കൈ നോക്കലാം പറഞ്ഞു കേട്ടില്ലേ? അതെ. കണ്ടൊരുണ്ടോ കനക കുറത്തിയെ കാട്ടിത്തരീന കണ്ടാൽ അഴകുണ്ട്, കൊണ്ടയിൽ പൂവുണ്ട്, തണ്ടക്കാലിലുണ്ട് തങ്ക വളയുണ്ട്,
പട്ടാമ്പി വെച്ച് പലരോടും ചോദിച്ചു, 8 ദിക്കുമായി ആളെയും വിട്ടു ഞാൻ. കണ്ടോരുണ്ടോ കനക കുറത്തിയെ കാട്ടിത്തരീനാച്ച. എൻ്റെ കുറത്തിന് നിങ്ങളാരെയും കണ്ടോ? ഞാൻ പലവടെയും ചോദിച്ചു, പലവരോടും പറഞ്ഞു, പല രാജ്യങ്ങളൊക്കെ ചുറ്റി നടന്നു, കണ്ടിട്ടില്ല. അങ്ങനെയാണ് വരുന്നത്. അപ്പോഴാണ് ഈ ചോദ്യക്കാരൻ, നിൻ്റെ ഒരു കുറത്തിയുണ്ട്. അതിങ്ങനെ പറഞ്ഞാൽ പോരാ, നിൻ്റെ അഴക് ശരിക്കും ഉള്ള അഴക് പറയും. അപ്പോൾ അഴക് വർണ്ണിച്ചുകൊണ്ട് അതും കുറത്തി തന്നുടയഴകതു പറയാൻ പരിചോടേയച്ച ചിന്ത തെളിഞ്ഞൊന്നുര ചെയ്യുന്നേ അഴകേറെ. എന്നുടെ ഭാര്യ തന്നൂടെ അഴകൊന്ന് പറഞ്ഞിടട്ടെ, സ്വന്തം സഭയിൽ ഇരിക്കുന്ന കാണികളും അറിഞ്ഞിടട്ടെ. അങ്ങനെ നീണ്ടു പോകും. അതിനുശേഷം രംഗത്ത് വരുന്ന കുറവൻ വളരെ വിശദമായിട്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ച്, ശബരിമലയിലേക്ക് നോമ്പ് നോറ്റുകൊണ്ട് എങ്ങനെയാണ് ഓരോ സ്വാമിമാരും അവിടെ ചെല്ലുന്നതെന്നും അവിടെയുള്ള മുഴുവൻ ചടങ്ങുകളെക്കുറിച്ചും അതിൻ്റെ ശബരിമലയുടെ ഉത്ഭവത്തെക്കുറിച്ചുമുള്ള മുഴുവൻ പുരാണങ്ങളും ഇതിനകത്ത് പറയുന്നത് കാണാൻ കഴിയും. തൃശ്ശൂർ പൂരം ആണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടത്തിനിടയിലാണ് കുറവനും കുറത്തിയും വേർപിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം കുറത്തിക്ക് ജാരസംസർഗം ഉണ്ടായി എന്നാണ് കുറവൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. പൊട്ടി കഥന വെടിയൊച്ച കേട്ടതിനാലെ ആനയും നെട്ടി വിരണ്ടോടിയേ നാണുവോ, നെട്ടി വിരണ്ടോടിയേ. ഞാനൊന്നും ചെയ്തിട്ടില്ല, എവിടെയും പോയിട്ടില്ല. അതിൽ ആളി കത്താണ്ട് അടിച്ചളകളുടെ പൊട്ടപ്പൊട്ടൊന്ന് പൊട്ടി പന്തലും പരിസരവും ഒക്കെ ഇങ്ങനെ കളയിക്കൊണ്ടിരിക്കുകയാണ്. കൂക്കും നിലവിളി തന്നെ ആകും. അങ്ങനെ കലയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളിൻ്റെ എണ്ണയൊഴിക്കൽ, ഈ ചോദ്യക്കാരൻ്റെ. ഇതിനകത്ത് പ്രത്യേകിച്ച് സദാചാരത്തെ സംബന്ധിച്ച്, ദാമ്പത്യത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കുറത്തി ഉന്നയിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കുറവിന് 2 ഭാര്യമാരുണ്ട്, മുതുകുടിയും ഇളംകുടിയും എന്ന് പറയുന്ന 2 ഭാര്യമാരുണ്ട്. അപ്പോൾ ഒരാൾക്ക് 2 ഭാര്യ ഉള്ള ഒരാളാണ് തൻ്റെ ജാരസംസർഗത്തെക്കുറിച്ച് സംശയിക്കുന്നത് എന്നാണ് കുറത്തി പറയുന്നത്. അവസാനം തൻ്റെ ചാരിത്രത്തെ സംബന്ധിച്ച് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ കുറത്തി സത്യം ചെയ്യുന്നത് തന്നെ വളരെ രസകരമായിട്ടാണ്. ഭൂമിയിൽ ഉത്തമിയായ ഒരു പെണ്ണുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കുറത്തി അവിടെ സത്യം ചെയ്യുന്നത്. നിങ്ങളെ വിട്ടു ഞാൻ ആരുടെ പോയില്ല, സത്യം തന്നെ എടാ നാണുവോ, സത്യം തന്നെ എടാ. നിങ്ങളെ വിട്ട് ഞാൻ ആരോടെയും പോയില്ല എന്ന് പറഞ്ഞ് അവർ വിട്ടുപിരിയലും കൂടിച്ചേരലും അവർ തെറ്റിത്തിരുത്തി അവർ രാജ്യത്ത്. നമ്മുടെ കിഴാള സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വളരെ വിചിത്രമായിട്ടുള്ള ദാമ്പത്യ ബന്ധങ്ങളെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട കലഹങ്ങൾ, ഇവയൊക്കെ പ്രമേയവൽക്കരിച്ചുകൊണ്ട് ആണ് ഈ കുറവനും കുറത്തിയും എന്ന് പറയുന്ന പൊറാട്ട് അവതരിപ്പിക്കപ്പെടുന്നത്.